ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പോളിംഗിന് മുമ്പോ പോളിംഗിന് ശേഷമോ വോട്ടിംഗ് മെഷീന് തകരാറ് സംഭവിച്ചാൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ചെയ്യേണ്ടത് എന്നതു സംബന്ധിച്ചാണ് ഒരൊറ്റ കാര്യത്തിന്റെ 16-ാം അധ്യായം ചർച്ച ചെയ്യുന്നത്. മോക്ക് പോളിന് മുമ്പോ മോക്ക് പോളിനിടയിലോ കൺട്രോൾ യൂണിറ്റോ ബാലറ്റ് യൂണിറ്റോ വിവിപാറ്റോ ഏതെങ്കിലും ഒന്ന് പ്രവർത്തനരഹിതമായാൽ പ്രിസൈഡിംഗ് ഓഫീസർ സെക്ടർ ഓഫീസറുമായി ബന്ധപ്പെട്ട് ആ യൂണിറ്റ് മാത്രം മാറ്റണം. അതായത് കൺട്രോൾ യൂണിറ്റ് തകരാറിലായാൽ കൺട്രോൾ യൂണിറ്റിനെ റീപ്ലേസ് ചെയ്യണം. ബാലറ്റ് യൂണിറ്റ് ആണെങ്കിൽ ബാലറ്റ് യൂണിറ്റ് റീപ്ലേസ് ചെയ്യണം. വിവിപാറ്റ് ആണെങ്കിൽ വിവിപാറ്റ് റീപ്ലേസ് ചെയ്യണം. വോട്ടിംഗ് മെഷീന്റെ ഏതെങ്കിലും ഒരു യൂണിറ്റ് മോക്ക് പോളിന് മുമ്പോ മോക്ക് പോളിന് ശേഷമോ മാറ്റുകയാണെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് പാർട്ട് 4 EVM വാർ വിവിപാറ്റ് റീപ്ലേസ്മെന്റ് ഡ്യൂറിംഗ് മോക്ക് പോൾ എന്ന ഫോറം ഫില്ല് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ ആദ്യ ഭാഗം വരുന്നത് പോളിംഗ് സ്റ്റേഷൻ വിവരങ്ങളാണ്. ആദ്യത്തേത് നെയിം ഓഫ് ഇലക്ഷൻ എന്നും, രണ്ടാമത്തേത് LA കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരും, മൂന്നാമത്തേത് HP കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേരും, നാലാമത്തേത് പോളിംഗ് സ്റ്റേഷൻ നമ്പറുമാണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ പാർട്ട് 4-ലെ ഈ ഭാഗത്ത് മാറ്റപ്പെടുന്ന യൂണിറ്റിന്റെ സീരിയൽ നമ്പറും പുതിയതായി നൽകുന്ന യൂണിറ്റിന്റെ സീരിയൽ നമ്പറും ഒക്കെയാണ് രേഖപ്പെടുത്തേണ്ടത്. ഈ ഫോമിൽ വിവിപാറ്റ് റീപ്ലേസ് ചെയ്യുന്നു എന്ന് കരുതിയാണ് പൂരിപ്പിച്ചിട്ടുള്ളത്. ആദ്യ കോളത്തിൽ നൽകപ്പെട്ടിട്ടുള്ള കൺട്രോൾ യൂണിറ്റിന്റെയും ബാലറ്റ് യൂണിറ്റിന്റെയും വിവിപാറ്റിന്റെയും സീരിയൽ നമ്പർ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തേതിൽ A വിഭാഗത്തിൽ ഏതാണോ കേടുവന്നത്, തകരാറിലായത്, ആ കോളത്തിന് നേരെ Y എന്ന് രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തേതിൽ തകരാറ് സംഭവിക്കുന്നതിന് കാരണമായി കാണുന്നത് എന്ത് എന്നുള്ളതും കൂടി രേഖപ്പെടുത്തുന്നു. ഇവിടെ എറർ 52 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തെ കോളത്തിൽ റീപ്ലേസ് ചെയ്യപ്പെട്ട യൂണിറ്റിന്റെ വിവരങ്ങളാണ്, സീരിയൽ നമ്പറാണ് രേഖപ്പെടുത്തേണ്ടത്. മാറ്റപ്പെടുന്ന യൂണിറ്റിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം അടുത്ത ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരുടെ പേരും പാർട്ടിയുടെ പേരും സ്ഥാനാർത്ഥിയുടെ പേരും ഒപ്പുമൊക്കെ വാങ്ങി പ്രിസൈഡിംഗ് ഓഫീസർ സൂക്ഷിക്കുന്നു. അതിനടിയിലായി പ്രിസൈഡിംഗ് ഓഫീസർ തന്റെ ഒപ്പും രേഖപ്പെടുത്തി വെക്കണം. പോളിംഗ് ആരംഭിച്ചതിനു ശേഷം ഏതെങ്കിലും കാരണവശാൽ കൺട്രോൾ യൂണിറ്റോ ബാലറ്റ് യൂണിറ്റോ പ്രവർത്തനരഹിതമായാൽ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും വിവിപാറ്റും ഒന്നിച്ച് മാറ്റി പുതിയ യൂണിറ്റുകൾ ഉപയോഗിച്ച് വോട്ടിംഗ് നടത്തേണ്ടതാണ്. അങ്ങനെ വരുന്ന പക്ഷം മോക്ക് പോൾ ചെയ്യുമ്പോൾ പുതിയ യൂണിറ്റിൽ മോക്ക് പോൾ ചെയ്യുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥിക്കും ഒരു വോട്ട് മാത്രം ചെയ്താൽ മതിയാവും. മറ്റെല്ലാ മോക്ക് പോളിന്റെ പ്രൊസീജിയറുകളും അതേപോലെ പാലിക്കണം. സീലിംഗും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. പോളിംഗിനിടയിൽ EVMോ വിവിപാറ്റോ മാറ്റേണ്ടി വന്നാൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ പാർട്ട് 5 പൂരിപ്പിച്ച് സൂക്ഷിക്കേണ്ടതുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് നൽകേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ട് ഭാഗം 5-ന്റെ ഈ ഭാഗത്ത് തകരാറിലായ യൂണിറ്റുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ഈ മോണിറ്ററിൽ കാണുന്ന ഈ ഫോറത്തിൽ ബാലറ്റ് യൂണിറ്റ് തകരാറിലായി എന്ന് കരുതിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് എല്ലാ യൂണിറ്റുകളുടെയും സീരിയൽ നമ്പർ രേഖപ്പെടുത്തുന്നു. രണ്ടാമത്തേതിൽ ഈ തകരാറ് സംഭവിച്ച സമയം രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തേതിൽ എത്ര വോട്ടുകൾ അതുവരെ ചെയ്തിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തുന്നു. നാലാമത്തേതിൽ
എന്താണ് തകരാറ് എന്ന് സംബന്ധിച്ചുള്ള ഒരു ലഘു വിവരണം നൽകുന്നു. അതിനുശേഷം മാറ്റപ്പെട്ട അല്ലെങ്കിൽ പുതിയ യൂണിറ്റുകളുടെ സീരിയൽ നമ്പർ രേഖപ്പെടുത്തുന്നു. വീണ്ടും പോൾ തുടങ്ങിയ സമയവും ഈ ഭാഗത്ത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഭാഗം 5ന്റെ അവസാന ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരുടെ പേരും അവരുടെ ഒപ്പും രേഖപ്പെടുത്തി വാങ്ങിയതിനു ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ താഴെ ഒപ്പുവെക്കണം. ഈ ഒപ്പിന് ശേഷം പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പിന് ശേഷം അതിനു താഴെയായി സെക്ടർ ഓഫീസറുടെ ഒപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങേണ്ടതുണ്ട്. സെക്ടർ ഓഫീസറുടെ ഒപ്പ് പാർട്ട് 5 വാങ്ങേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മിക്കുക. പോളിംഗിനിടയിൽ വിവിപാറ്റിനാണ് തകരാറ് സംഭവിച്ചതെങ്കിൽ വിവിപാറ്റ് മാത്രം മാറ്റിയാൽ മതിയാകും. അങ്ങനെ വരുന്ന പക്ഷം വീണ്ടും മോക്ക് പോൾ നടത്തേണ്ട ആവശ്യമില്ല. പോളിംഗിനിടയിൽ കൺട്രോൾ യൂണിറ്റിലെ ഡിസ്പ്ലേയിൽ റീപ്ലേസ് പവർ പാക്ക് ഓഫ് CU എന്ന് കണ്ടാൽ കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി മാറ്റിവെച്ചാൽ മതിയാകും. ഇങ്ങനെയുള്ള അവസരത്തിൽ കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി സെക്ഷനിലെ സീൽ പൊളിച്ച് ബാറ്ററി എടുത്ത് മറ്റൊരു പുതിയ ബാറ്ററി വെച്ച് അത് സീൽ ചെയ്യേണ്ടതുണ്ട്. ഈ പ്രവൃത്തി ചെയ്യേണ്ടത് സെക്ടറൽ ഓഫീസർമാരാണ്. ആയതിനാൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ ഇങ്ങനെ ഒരു ഡിസ്പ്ലേ വന്നാൽ ഉടൻ തന്നെ സെക്ടറൽ ഓഫീസറെ അറിയിക്കുകയും സെക്ടറൽ ഓഫീസർ വന്ന് കൺട്രോൾ യൂണിറ്റിലെ ബാറ്ററി മാറ്റിവെച്ചു തരികയും ചെയ്യും. ഈ അവസരത്തിൽ മോക്ക് പോൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം പറയുന്നു. കൺട്രോൾ യൂണിറ്റിലെ പവർ പാക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന വേളയിൽ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ ഭാഗം 2 പൂരിപ്പിച്ചു വെക്കേണ്ടതുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്ത് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചുമൊക്കെയുള്ള വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിന്റെ ഭാഗം 2ലെ അടുത്ത ഭാഗത്ത് കൺട്രോൾ യൂണിറ്റിന്റെ നമ്പറും മാറ്റിവെക്കാനുണ്ടായ കാരണവും പുതിയ അഡ്രസ് ടാഗിന്റെ നമ്പറും ആണ് രേഖപ്പെടുത്തേണ്ടത്. തുടർന്ന് പോളിംഗ് ഏജന്റുമാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി അവരുടെ ഒപ്പ് രേഖപ്പെടുത്തി അതിനു താഴെ പ്രിസൈഡിംഗ് ഓഫീസർ തന്റെ ഒപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം സെക്ടറൽ ഓഫീസർ ഒപ്പ് കൂടി ഈ ഫോമിൽ വാങ്ങിക്കേണ്ടതാണ്. കൺട്രോൾ യൂണിറ്റിന്റെ ഡിസ്പ്ലേയിൽ റീപ്ലേസ് പവർ പാക്ക് ഓഫ് വിവിപാറ്റ് എന്ന് വരികയാണെങ്കിൽ വിവിപാറ്റിന്റെ ബാറ്ററി മാറ്റേണ്ടതുണ്ട്. സെക്ടറൽ ഓഫീസർമാരാണ് ഈ ജോലി ചെയ്യേണ്ടത്. സെക്ടറൽ ഓഫീസർമാരെ പ്രിസൈഡിംഗ് ഓഫീസർമാർ അറിയിക്കുകയും അവർ വന്ന് സീൽ ഒഴിവാക്കി ബാറ്ററി കമ്പാർട്ട്മെന്റിൽ പുതിയ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് വീണ്ടും സീൽ ചെയ്യുകയും വേണം. ഈ അവസരത്തിൽ മോക്ക് പോൾ വീണ്ടും നടത്തേണ്ട ആവശ്യമില്ല. പോളിംഗ് സമയത്ത് മാറ്റപ്പെടുന്ന കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റോ വിവിപാറ്റോ പ്രിസൈഡിംഗ് ഓഫീസർ തന്നെ സൂക്ഷിക്കുകയും അത് റിസപ്ഷൻ സെന്ററിൽ പോളിംഗിന് ശേഷം തിരികെ ഏൽപ്പിക്കേണ്ടതുമാണ്. ഈ യൂണിറ്റുകൾ സെക്ടറൽ ഓഫീസർ വശം തിരികെ നൽകേണ്ടതില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മോക്ക് പോൾ സമയത്തോ പോളിംഗ് സമയത്തോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ EVM എന്തെങ്കിലും തകരാറ് സംഭവിക്കുന്ന അവസരത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഒരു കാര്യം ഒറ്റ കാര്യത്തിന്റെ 16-ാം അധ്യായം ചർച്ച ചെയ്തത്. ഈ വീഡിയോയുടെ ക്രോഡീകരണവും ഡിസൈനും നിർവഹിച്ചത് മധു P, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KBIC പാലക്കാട്. മൊബൈൽ നമ്പർ 9447042602 9447042602. പാലക്കാട് ജില്ലാ തിരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന് വേണ്ടി ഈ വീഡിയോ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.